ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം മനുഷ്യരാശി ഒന്നായി തീരണം. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യരാശി ഒന്നായി തീരണം. കൊല്ലം പരവൂരിലെ വലിയൊരു കയർ വ്യവസായി ആയിരുന്നു കൃഷ്ണൻ മുതലാളി. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു KC കരുണാകരൻ. അക്കാലത്ത് കരുണാകരൻ ഉപരിപഠനത്തിനായി ജർമ്മനിയിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് സഹപാഠിയായിരുന്ന മാർഗ്രറ്റ് എന്ന ഒരു ജർമ്മൻ യുവതിയുമായി അദ്ദേഹം കടുത്ത അനുരാഗത്തിലായി. ആ വിവരമറിഞ്ഞ് കൃഷ്ണൻ മുതലാളി പൊട്ടിത്തെറിച്ചു. മാർഗ്രറ്റിനെ കൂടാതെ തനിക്കൊരു ജീവിതമുണ്ടാവുകയില്ലെന്ന് കരുണാകരനും തീർത്തു പറഞ്ഞു. അതോടെ വീട്ടിലും സമുദായത്തിലും ഒരുപോലെ ഒച്ചപ്പാടുകളുണ്ടായി. ഒടുവിൽ എല്ലാവരും കൂടി ശിവഗിരിയിലെത്തി ഭഗവാനെ കണ്ട് സങ്കടം പറഞ്ഞു. ഭഗവാൻ നാട്ടിലെത്തിച്ചേർന്ന കരുണാകരന്റെയും മാർഗ്രറ്റിന്റെയും സ്നേഹത്തിന്റെ ആഴവും ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ദിവസം ഭഗവാൻ കൃഷ്ണനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: അവർ വിവാഹം കഴിച്ച് ഒന്നിച്ചു ജീവിക്കട്ടെ. ഭഗവാന്റെ വാക്കിനെ അനുസരിക്കാതിരിക്കാൻ ആർക്കുമായില്ല. തുടർന്ന് ശാരദാ മഠത്തിൽ വെച്ച് അവരുടെ വിവാഹം നടത്താനുള്ള ഭഗവാന്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. വ്യത്യസ്ത ജാതി മതങ്ങളിൽപ്പെട്ടവരുടെ വിവാഹം എന്നത് അക്കാലത്ത് അധികമാർക്കും സങ്കല്പിക്കുവാൻ കൂടി കഴിയുമായിരുന്നില്ല. അങ്ങനെ ഭഗവാന്റെ തിരു സാന്നിധ്യത്തിൽ ആ വിവാഹം ശിവഗിരിയിലെ ശാരദാ മഠത്തിൽ വെച്ച് നടന്നു. നാടറിഞ്ഞു നടക്കുന്ന ആദ്യത്തെ മിശ്ര വിവാഹമായിരുന്നു അന്നത്. സന്യാസിമാരും അന്തേവാസികളും കരുണാകരന്റെ ബന്ധുക്കളുമൊക്കെ വിവാഹ മണ്ഡപത്തിന് ചുറ്റും കൂടി നിന്നു. അങ്ങനെ ഒരു മിശ്ര വിവാഹം ശിവഗിരിയിൽ നടക്കുന്നതറിഞ്ഞ് വലിയൊരു ജനക്കൂട്ടം അപ്പോൾ ശിവഗിരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ വിവാഹത്തിന് മുഖ്യ അതിഥിയായി വന്നെത്തിയത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മിസ്റ്റർ വാട്സ് ആയിരുന്നു. വധുവരന്മാർ ശാരദാദേവിയെ തൊഴുതു വണങ്ങിയ ശേഷം ഭഗവാനെ നമസ്കരിച്ചു, ദക്ഷിണ വെച്ചു. സന്യാസിമാർ വിവാഹമംഗള പ്രാർത്ഥന നടത്തി. ഭഗവാൻ വരണമാലയമെടുത്ത് കരുണാകരനും മലയാളി വധുവിനെ പോലെ ആട് ആഭരണങ്ങൾ അണിഞ്ഞു നിന്നിരുന്ന മാർഗ്രറ്റിനും കൊടുത്തു. അവർ ഗുരുസന്നിധിയിൽ നിന്ന് അന്യോന്യം മാലകൾ അണിയിച്ച് ജീവിത പങ്കാളികളായി. ആ വേളയിൽ ഭഗവാൻ ഇപ്രകാരം ഉപദേശിച്ചു: ജാതി മത വ്യത്യാസങ്ങൾ ഇല്ലാതാകണം. പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിൽ യോജിക്കണം. അപ്പോൾ മനുഷ്യരാശി ഒന്നായി തീരും. ഇന്നിവിടെ നടന്ന വിവാഹം അതിന് അനുഗുണമായ ഒരു കർമ്മമാണല്ലോ. പിന്നീട് നവദമ്പതികളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച ശേഷം ഭഗവാൻ പർണശാലയിലേക്ക് പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.